പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി ഉന്നയിച്ച ആരോപണം വലിയ കൊടുങ്കാറ്റായി മാറുകയാണ്. അതിൻ്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയണമെന്നുള്ള നിർദ്ദേശം AICC നൽകി കഴിഞ്ഞു. കേരളത്തിൽ രാഷ്ട്രീയ തലത്തിൽ വലിയ ചർച്ചയായി മാറുകയാണ് ഈ വിഷയം. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, വിവിധ മേഖലകളിൽ രാജീവ് ഇപ്പോൾ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി മാത്രമല്ല, ഈ ആക്ഷേപം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെയും ഇപ്പോൾ ഉയർന്നു വരികയാണ്. കാരണം വി.ഡി. സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ്. വി.ഡി. സതീശൻ മാത്രമല്ല, ഷാഫി പറമ്പിൽ, ദേശീയ തലത്തിൽ KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നിലകൊണ്ടു എന്നുള്ള ആക്ഷേപങ്ങൾ ഇപ്പോൾ വളരെ ശക്തമാണ്. അതുകൊണ്ട് ആയിരിക്കാം പ്രതിപക്ഷ നേതാവ് ഇന്ന് നടത്താനിരുന്ന വാർത്താ സമ്മേളനം മാറ്റിവെച്ചു. പെട്ടെന്ന് അദ്ദേഹം വോയിസ് റെസ്റ്റിലേക്ക് കടക്കുന്ന സാഹചര്യം. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെയും കോൺഗ്രസിനുള്ളിൽ പടയൊരുക്കം തുടങ്ങി എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമല്ലോ പ്രജിത്ത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ പിതൃതുല്യനായ ഒരാളുടെ മുന്നിൽ ഈ വിഷയം ഉന്നയിച്ചു എന്നുള്ളതാണ് ആ നടി പറഞ്ഞിരുന്നത്. ഈ നടി എന്ന് പറയുന്നത് അവർ ഒരു സാധാരണ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധം ഇല്ലാത്ത ഒരാളല്ല. അവർ കോൺഗ്രസുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് എന്നുള്ളത് അവരുടെ തന്നെ പലതരം അവരുടെ ഇൻസ്റ്റാഗ്രാമിലും മറ്റുമുള്ള പല ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ്. പ്രത്യേകിച്ച് ഇവരുടെ ബർത്ത്ഡേ ആഘോഷങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒരു മുഖ്യാതിഥിയെ പോലെ പങ്കെടുത്തതിൻ്റെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വി.ഡി. സതീശനും മറ്റ് കോൺഗ്രസ് പ്രവർത്തകർക്കും ഒപ്പം അവർ നിൽക്കുന്ന നിരവധി ഫോട്ടോകൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിലടക്കം പങ്കെടുത്തതിന്റെ ഫോട്ടോസും ചിത്രങ്ങളും ഒക്കെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന കോൺഗ്രസ് നേതൃത്വവുമായും പ്രതിപക്ഷ നേതാവുമായും ഒക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു ആളുകൂടിയാണ് ഈ നടി എന്നുള്ളത്. അപ്പോൾ അവർ പരാതി പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിനോട് തന്നെയാണ് എന്ന രീതിയിലുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ വി.ഡി. സതീശൻ ഈ പരാതി അറിഞ്ഞിട്ടും അത് മറച്ചു പിടിച്ചു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അശ്ലീല സംഭാഷണം നടത്തിയെങ്കിൽ, ആ പെൺകുട്ടിയോട് അത്തരത്തിൽ മോശമായി പെരുമാറിയെങ്കിൽ, അത് അത്തരമൊരു ക്രൈം തൻ്റെ മുന്നിൽ വന്നുവെങ്കിൽ അത് പോലീസിനെ അറിയിക്കേണ്ട അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളിലേക്ക് അത് വിടേണ്ട ഉത്തരവാദിത്തം സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനുണ്ട് എന്നുള്ളൊരു കാര്യം അദ്ദേഹം ചെയ്തില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരമൊരു ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ വരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. പ്രതിപക്ഷ സംഘടനകളൊക്കെ ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് ഇത്തരത്തിൽ വനിതകളോടൊക്കെ ഇത്ര മോശമായി സംസാരിച്ച, മോശമായി പെരുമാറിയ, കൂടുതൽ ആരോപണങ്ങളും കൂടുതൽ വെളിപ്പെടുത്തലുകളും ഒക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാത്രമല്ല MLA സ്ഥാനത്ത് നിന്നും രാഹുലിനെ നീക്കണം എന്നുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരമൊരു ആവശ്യം യൂത്ത് കോൺഗ്രസിനകത്തും പാർട്ടിക്കകത്തും ഒക്കെ സജീവമായി വരുന്നുണ്ട്. പ്രതിപക്ഷ സംഘടനകൾ, BJP അടക്കമുള്ള സംഘടനകൾ ആവശ്യം ഉന്നയിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ വി.ഡി. സതീശനെതിരായ ഒരു നീക്കവും സംഘടനയ്ക്കകത്ത് ഉണ്ടാകുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഇത്തരം വെളിപ്പെടുത്തലുകളുടെ ചുവട് പിടിച്ച് എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എന്നും സംരക്ഷിച്ച് പിടിച്ചു നിർത്തിയത് ഒന്ന് വി.ഡി. സതീശനാണ്, രണ്ട് ഷാഫി പറമ്പിലാണ് എന്ന രീതിയിലുള്ള ചർച്ചകൾ യൂത്ത് കോൺഗ്രസിൻ്റെ അടക്കമുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സജീവമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ പലതരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങളും ഒക്കെ പുറത്തു വരുന്ന സാഹചര്യവും നിലനിൽക്കുന്നു. അങ്ങനെ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലും വി.ഡി. സതീശനാണ് ഇത്തരം ഒരാളെ സംരക്ഷിച്ച് നിർത്തുകയും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ, പാർട്ടിയുടെ ക്രെഡിബിലിറ്റി തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തത് എന്നുള്ളതാണ് പ്രധാനമായി വരുന്ന ആരോപണം. അതോടൊപ്പം തന്നെ നിയമസഭാ സമ്മേളനം അടുത്തു നിൽക്കുന്ന സാഹചര്യമാണ്. സംസ്ഥാന സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് കൂടി അത് വേറെ രീതിയിലേക്ക് വഴിതിരിച്ചു വിടാൻ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വെളിപ്പെടുത്തലുകൾ വഴിവെക്കുമെന്നുള്ളതാണ് പ്രധാനമായ മറ്റൊരു വിഷയം എന്നുള്ളത്. അങ്ങനെ കോൺഗ്രസിന്, പ്രതിപക്ഷ നേതാവിന് നിയമസഭയിൽ ഉത്തരം മുട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വി.ഡി. സതീശൻ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് പാർട്ടിയിൽ തന്നെ പല നേതാക്കളും ഉന്നയിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ സാഹചര്യങ്ങളിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പരസ്യമായ പ്രതികരണം നടത്തുന്ന സമീപനം സ്വീകരിക്കുന്ന നേതാക്കൾ, പ്രത്യേകിച്ച് KM മുരളീധരനെ പോലെയുള്ള നേതാക്കൾ അല്ലെങ്കിൽ മറ്റ് കെ സുധാകരനെ പോലെയുള്ള നേതാക്കളൊക്കെ എന്ത് ഈ വിഷയത്തിൽ സംസാരിക്കുമെന്നുള്ളതും വരും ദിവസങ്ങളിൽ വളരെ നിർണായകമാണ്.